സ്വലാത്ത് മതിയുടെ ജീവിതത്തിൽ വിജയിക്കാൻ. എത്രയോ ആളുകൾ സ്വലാത്ത് ചൊല്ലി 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 മദീനയിലെത്തി, സ്വലാത്ത് ചൊല്ലി 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 അവരുടെ രോഗങ്ങൾ മാറി. വേറെ ഒന്നുമില്ല, സ്വലാത്തേ ശരണം. ഷാം എന്ന് പറയുന്ന രാജ്യം, ഇന്നത്തെ സിറിയ, അന്നത്തെ ഷാം. ഒരു ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ വാപ്പ വളരെയധികം താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അതായത് മക്കയിൽ നിന്നും മദീനയിൽ നിന്നൊക്കെ കച്ചവടത്തിന് വേണ്ടി സ്വഹാബിമാര് അന്നത്തെ ഷാം, ഇന്നത്തെ സിറിയ, അവിടെയൊക്കെ ചെല്ലും. അപ്പൊ ഇസ്ലാമിനെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഈ ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ വാപ്പയും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അതായത് മുസ്ലിമായി. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വന്നു. എന്നിട്ട് പറയുകയാണ്, നബിയെ, എന്റെ വാപ്പാക്ക് താങ്കളെ കാണണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. എന്റെ വാപ്പ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഷാം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളത്. എന്റെ വാപ്പാക്ക് കണ്ണ് കാണുകയില്ല, നടക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് വാപ്പാക്ക് താങ്കളെ കാണാൻ മദീനയിലേക്ക് വരാൻ പറ്റില്ല. വന്നാൽ തന്നെ താങ്കളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് എന്റെ വാപ്പ വളരെ പ്രയാസത്തിലാണ്. ഇതിനൊരു പരിഹാരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹോദര, നിങ്ങൾ നാട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ വാപ്പയോട് പറയണം, തുടർച്ചയായി 7 ദിവസങ്ങൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന ഈ സ്വലാത്ത് 7 വട്ടം വീതം പറയുക. 7 ദിവസം തുടർച്ചയായി 7 വട്ടം വീതം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഫഇന്നഹു യറാനി ഫിൽ മനാം, അദ്ദേഹത്തിന് എന്നെ സ്വപ്നത്തിൽ കാണാൻ പറ്റും. ഇത്തരത്തിൽ ഒരുപാട് ഹദീസുകളും ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് ചെന്നു, തന്റെ വാപ്പയോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ആ വാപ്പ ഈ സ്വലാത്തു, ഏത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു, നബിയോട് സംസാരിച്ചു, ഭയങ്കര റാഹത്തായി.